ഹായ് ഡിയേഴ്സ്, പതിൽ സാറാണ്. അപ്പോൾ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി അഥവാ SS2 ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളായിട്ട് വന്നത്. അപ്പോൾ അതിൽ പല ആൾക്കാർ ചോദിക്കുന്നത്, സാർ എസ് ചോദ്യം ഏതാ വരിക, 5 മാർക്കിന് 6 മാർക്കിൻ്റെ ഒക്കെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാ വരാന്ന്? ഇതാ ഈ മോഡൽ ചോദ്യങ്ങളാണ് വരിക. ഒരു പക്ഷേ ഇത് തന്നെ വന്നേക്കാം. ഓക്കെ, അപ്പം നോക്കുക, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരെ വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാം. മാത്രമല്ല രാത്രി നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പം 7 മണിക്ക് ലൈവാണ് ഇന്ന് സ്റ്റാർട്ടിങ്. ഞായറാഴ്ച 7 മണിക്കാണ്, രാത്രി 7 മണിക്കാണ് ലൈവ് ഉള്ളത്. അതുപോലെ തിങ്കളാഴ്ച ആണെങ്കിൽ അത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 5 o'clock. അപ്പോൾ 2 ലൈവ് ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല. എക്സാമിൻ്റെ അന്ന് രാവിലെ 6 മണിക്ക് നമ്മുടെ ബൂസ്റ്റർ ലൈവും കൂടി ഉണ്ട്. എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ A+ നേടിയിരിക്കും. അപ്പോൾ ഇനി ആ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുവാണ്. കമ്പയർ ബിറ്റ്വീൻ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീര സമതലവും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ താരതമ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഈ പടിഞ്ഞാറൻ തീരം എന്താണ്, കിഴക്കൻ തീരം എന്താണ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്താണെന്ന് അറിയണം. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഒരു ഭാഗത്ത് അറബിക് കടലുണ്ട്, അറബിക് കടലോരം, ഇവിടെ ബംഗാൾ ഉൾക്കടലുണ്ട്. അപ്പോൾ ഇതിന്റെ തീരത്തിനെ നമ്മൾ പടിഞ്ഞാറൻ തീരം എന്നും കിഴക്കൻ തീരം അഥവാ വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ എന്നും ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ എന്നും പറയുന്നത്. ഇത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്ന ഈ ഭാഗമില്ലേ, നിങ്ങൾ നോക്കി, നിങ്ങൾ ഇത് വീതി കുറവാണ്, ഇവിടെ വീതി വളരെ കൂടുതലാണ്. ഇത് ബ്രെഡ്ത്ത് വൈഡ് ആണ്, ഇത് നേരോ ആണ്, ഇത് വൈഡ് ആണ്. ഒന്നാമത് അതാണ്. ഇനി അതുപോലെ ഈ എൻഡിന്, ഈ ഒരു അറ്റത്തിന് നമ്മൾ പറയുന്ന പേര് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഈ ഭാഗത്തിന് പറയുന്ന പേര് റാൻ ഓഫ് കച്ച് എന്നാണ്. റാൻ ഓഫ് കച്ച്. ഓക്കെ, റാൻ ഓഫ് കച്ച് എന്ന് പറയും. ഈ അറ്റത്തിന് പറയുന്ന പേര് മഹാനദി ഡെൽറ്റ എന്നാണ് ഈ അറ്റത്തിന് പറയാം. മഹാനദി ഡെൽറ്റ. ഓക്കെ, മഹാനദി ഡെൽറ്റ എന്നാണ് പറയാം. നിങ്ങൾ പഠിച്ചാണ് മഹാനദി എവിടെയാന്നുള്ളത്. ഓക്കെ, അതുപോലെ ഈ രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഈ തമിഴ്നാടിന്റെ ഭാഗത്തിന് പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് കന്യാകുമാരി എന്ന് പറയും. അപ്പൊ ഇവിടെ തന്നെ അടുത്ത പോയിന്റ് നമുക്ക് കിട്ടി. എന്തെന്നറിയാം, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരം, കന്യാകുമാരി മുതൽ മഹാനദി ഡെൽറ്റ വരെ കിഴക്കൻ തീരം അഥവാ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അത് കിട്ടില്ല, അത് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. അപ്പൊ 2 പോയിന്റ് അവിടെ തന്നെയായി. ഇനി അടുത്ത് നോക്കി നിങ്ങൾ, ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ടുണ്ട്, ഇവിടെ പൂർവ്വഘട്ടമുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് എഴുതാൻ പറ്റുന്നത് എന്താണെന്നറിയാം, ഈ അറേബ്യൻ സീന്റെയും വെസ്റ്റേൺ ഘട്ടിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ഇടയിലാണ് പടിഞ്ഞാറൻ തീരം. എഴുതാം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉള്ളത് അതാണ്. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ എടുത്താൽ ഈസ്റ്റേൺ ഘട്ടിന്റെയും ബേ ഓഫ് ബംഗാളിന്റെ ഇടയിലാണ്. അത് എഴുതി വെക്കാം. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റണം. ഇത് അവിടെ നോക്കി നിങ്ങൾ, നാരോ സ്ട്രൈപ്പ് ഓഫ് ലാൻഡ്, അത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്, വീതി കുറവാണ് പടിഞ്ഞാറൻ തീരത്തിന്. കിഴക്കൻ തീരത്തിന്റെ വീതി കൂടുതലാണ്, അതായത് വൈഡർ കോസ്റ്റൽ ഏരിയ ആണ്. ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഘാട്ട് ആൻഡ് അറേബ്യൻ സീ. നോക്കൂ, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ നേരത്തെ പറഞ്ഞു. മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ ഏതാണ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ലെങ്ത് 1840 കിലോമീറ്റർ, ഇവിടെ ഏകദേശം 1800 കിലോമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, യെസ്. നോക്കി നിങ്ങൾ, കിഴക്കൻ തീരം നമ്മൾ പറയുകയാണെങ്കിൽ, കിഴക്കൻ തീരം എന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നീളം 1800 കിലോമീറ്റർ. ഇവിടെ പടിഞ്ഞാറൻ തീരം എടുത്താൽ 1840. മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ, ഇവിടെ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ. ഓക്കെ, അറബിക്കടലിനും അതുപോലെ പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഘട്ടിനും അറേബ്യൻ സീക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ 4 മാർക്കിന് ചോദ്യമാണ്, ഇത് മാത്രം മതി. ഇനി അങ്ങനെ 6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 6ലേക്ക് എത്തിയാൽ ഇതും കൂടെ എഴുതി വെക്കണം. ലിസൺ, വിടുത്ത് നമ്മൾ പറഞ്ഞാണ്, സബ്മേർജ്ഡ് കോസ്റ്റ് ആണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയും, അടിയിലേക്ക് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട തീരം എന്ന് പറയും, വീതി കുറവാണ്. നോക്കൂ, എമർജ്ഡ് കോസ്റ്റ് ആണ്, ലിസൺ, മുകളിൽ നിൽക്കുന്ന കോസ്റ്റ് ആണ്, കുറച്ചും കൂടെ ഉയർത്തപ്പെട്ട തീരമാണ് ഏതെന്ന് പറയുന്നത്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, കിഴക്കൻ തീരം എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരത്താണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ്. പ്രസൻസ് ഓഫ് ഡെൽറ്റകൾ കാണപ്പെടുന്നത് കിഴക്കൻ തീരത്താണ്, കിഴക്കൻ സമതലത്തിലാണ്. ഓക്കെ, ഡിവൈഡഡ് ഇൻടു 3, ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. 3ആയിട്ട് തിരിക്കാം, ഗുജറാത്തും കൊങ്കണും മലബാറും. നേരെ മറിച്ച് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിനെ ഈസ്റ്റേൺ കോസ്റ്റിനെ, കിഴക്കൻ തീരത്തെ 2ആയിട്ട് തിരിക്കാം, വടക്കൻ സർക്കാർ, നോർത്ത് സർക്കാരും കോറമന്റൽ കോസ്റ്റും. ഇത് നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് 6 മാർക്കിന് ഉത്തരമാണ്. 6 മാർക്കിന് ഉത്തരമാണ്. മാറരുത്, പഠിച്ചിട്ട് പോയിക്കോ, പഠിക്കാണ്ട് ആരും പോകണ്ട. ഓക്കെ, അടുത്തത് ഇതുപോലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 4 or 6 ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ കോസ്റ്റൽ റീജിയൻസ്? വാട്ട് മെഷേഴ്സ് ആർ നീഡഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് കോസ്റ്റൽ ഏരിയ? രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 6 മാർക്ക് കളിയില്ലാണ്ട് കിട്ടും, സംശയം വേണ്ട. തീരപ്രദേശങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാം? തീരപ്രദേശങ്ങളുടെ സുസ്ഥിര വികസനത്തിന് എടുക്കേണ്ട കരുതലുകൾ എന്തെല്ലാം, മുൻകരുതലുകൾ എന്തെല്ലാം നോക്കാം. ഒന്നാമത്, കോസ്റ്റൽ ഏരിയ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ആണ്, എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾ അജ്സൽ സാർ മാത്രമല്ല ദുരന്തം, വേറെയും ദുരന്തങ്ങൾ. നോക്കൂ, സുനാമി ദുരന്തമാണ്, സൈക്ലോൺ ദുരന്തമാണ്, യദുസാറെ പോലെ വലിയ ദുരന്തമാണ് സീ ലെവലൊക്കെ റൈസ് ചെയ്യുന്നത്, ഗ്ലോബൽ വാർമിംഗ്
വാർമിംഗ് ഉണ്ടാകുന്നത്, ആഗോളതാപനം ഉണ്ടാകുന്നത്, ഓക്കെ, കോസ്റ്റൽ ഇറോഷൻ, തീരദേശത്ത് ഉണ്ടാവുന്ന ഈ മണ്ണൊലിപ്പ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സുനാമി, ചുഴലിക്കാറ്റ്, ആഗോളതാപനം കാരണം സമുദ്രനിരപ്പ് ഉയരൽ, പ്രകൃതി ദുരന്തങ്ങൾ, തീരം കടലെടുക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഇനി ഈ പ്രശ്നങ്ങൾ കാരണം ഇതാ അടുത്ത് നോക്കിക്കോ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഹ്യൂമൻ ലൈഫ്സിന് എന്ത് ചെയ്യും, ത്രെട്ട് ആവും. അതായത് ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങള്, ബിൽഡിങ്ങൾ, അതിനെല്ലാം ബാധിക്കും. ആൻഡ് എക്കോസിസ്റ്റം, ജൈവ വൈവിധ്യം നഷ്ടപ്പെടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജൈവ വൈവിധ്യം നഷ്ടപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളാണ് കോസ്റ്റൽ ഏരിയ, കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക? ഒന്നാമത് ഏർലി വാർണിംഗ് സിസ്റ്റം ഫോർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അതായത് ദുരന്ത നിവാരണ തയ്യാറെടുപ്പിൽ സമൂഹ പങ്കാളിത്തം, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം, അതിനെ നേരിടണം. എല്ലാവരും കൂടെ കണ്ടം വഴി ഓടാതെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള കാര്യം ഒരുമിച്ച് സമൂഹത്തോട് അല്ലെങ്കിൽ സോഷ്യൽ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് റെഡിയാക്കണം എന്നർത്ഥം. ഓക്കെ, യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ഫോർ മോണിറ്ററിംഗ് കോസ്റ്റൽ ചേഞ്ചസ്. ഓക്കെ, തീരദേശ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അടിപൊളി. ഓക്കെ, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റെസ്പോൺസിബിൾ യൂട്ടിലൈസേഷൻ ഓഫ് കോസ്റ്റൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വിഭവ സംരക്ഷണവും തീരദേശ ആവാസ വ്യവസ്ഥയുടെ ഉത്തരവാദിത്ത വിനിയോഗവും. ഇത് കേട്ടിട്ട് ആരും ബേജാറാണ്ട്, ആ 3 പോയിന്റ് പഠിച്ചാൽ മതി. 4ാമത്തെ ചോദിച്ചാൽ മാത്രം എന്ത് എഴുതിയാൽ മതി, 4ാമത്തെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കോസ്റ്റൽ ഏരിയ നിങ്ങൾ മിനറൽസിനെ കുറിച്ചിട്ടും അവിടുത്തെ ആ ഒരു നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ ഒരു വൈസ് ആയിട്ട് യൂസ് ചെയ്യുക, അതിനൊക്കെ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് കോസ്റ്റൽ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട്. ഇപ്പൊ ഈ ഒലിവ് റെഡിൽ നമുക്ക് ലൈവിൽ പറയാം ബാക്കി കഥ കേട്ടോ, അതിന് ഒരുപാട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ എനിവേ ഈ കാര്യങ്ങൾ പഠിക്കേണ്ട, ആരും എന്ത് ചെയ്യേണ്ട, പരീക്ഷയ്ക്ക് പോകണ്ട. 6 മാർക്കിന്റെയും 4 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം, നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം. ബാക്കി കഥകളുമായിട്ട് എന്ത് ചെയ്യുക, ലൈവിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ത് ചെയ്യരുത്, മടിക്കണ്ട, മറക്കണ്ട. വീണ്ടും കാണാം. ഫസിൽ സാർ പോകുന്നു. ബൈ, സി യു.